നമ്മൾ ആംഫിബോൾ ഗ്രൂപ്പ് പഠിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് അല്ല, ഈ PDF ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കിതിൽ പെന്ന് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, RSiO4 അല്ല കേട്ടോ, ഇവിടെ SiO3 ആണ്. ഈ പോയിന്റിൽ എന്തായാലും അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ SiO റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. സോ ഇവിടെ RSiO4 അല്ല, ഇറ്റ് ഈസ് RSiO3. എൻ്റെ പെന്ന് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കിവിടെ 3 എന്ന് എഴുതാൻ പറ്റാത്തത്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, RSiO3 ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ആംഫിബോൾ ഗ്രൂപ്പ്. ആംഫിബോൾ ഗ്രൂപ്പ് എന്താണ്? മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ഷോ സ്ട്രൈക്കിംഗ് റിസംബ്ലൻസ് ടു പൈറോക്സിൻ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ആംഫിബോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൈറോക്സിൻ ഗ്രൂപ്പിന്റെ പാരലൽ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഓക്കെ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഷോ എ സ്ട്രൈക്കിംഗ് റിസംബ്ലൻസ് ടു ദാറ്റ് ഓഫ് പൈറോക്സിൻ ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് ആംഫിബോളിനെ നമുക്ക് പാരലൽ ടു പൈറോക്സിൻ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 5 to 6 റേഞ്ച് വരുന്നത്. ആൻഡ് പൈറോക്സിനെ പോലെ തന്നെ ഇവർക്കും എന്താണുള്ളത്? നല്ല ഡാർക്ക് കളറാണ് ഉള്ളത്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയൺ ആൻഡ് മാഗ്നീഷ്യം ഇവരുടെ ഡാർക്ക് കളറാണ്. ഇനി ആംഫിബോളിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സിലിക്കേറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:11 ആണ്. 4:11. പൈറോക്സിനിൽ 1:3 ആണെങ്കിൽ ഇവിടെ 4:11 ആണ് അവരുടെ SiO-ന്റെ റേഷ്യോ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഉണ്ടാവുന്ന മെറ്റാലിക് അയോൺസ് എന്ന് പറയുന്നത് കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ ആണ്. സംടൈംസ് അതല്ലാണ്ട് മാംഗനീസും സോഡിയം, പൊട്ടാഷ്യം ഒക്കെ വരാറുണ്ട്. പിന്നെ ഇതിന്റെ ജനറൽ സീരീസ് ഫോർമുല എന്ന് പറയുന്നത് RSiO4O11 twice OH twice എന്നാണ്. ഈ കെമിക്കൽ കമ്പോസിഷൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ സംടൈംസ് ഈ OH-നെ ഉണ്ടല്ലോ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ക്ലോറൈഡ് റീപ്ലേസ് ചെയ്യാറുണ്ട്. അത് ഇതിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു പെക്യുലാരിറ്റി ആണ്. ഈ ആംഫിബോൾ ഗ്രൂപ്പിന്റെ ഹൈഡ്രോക്സിൽ, OH-നെ ഹൈഡ്രോക്സിൽ എന്ന് പറയും. ഈ ഹൈഡ്രോക്സിലിനെ ഹാലജൻ ഗ്രൂപ്പ് സംടൈംസ് റീപ്ലേസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിൽ R എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ, അലുമിനിയം ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇതിന്റെ അറ്റോമിക് സ്ട്രക്ചർ പറയുവാണെങ്കിൽ ജസ്റ്റ് ഒറ്റ ലൈൻ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇറ്റ് ഈസ് എ ഡബിൾ ചെയിൻ സ്ട്രക്ചർ ആണുള്ളത്. SiO4 ആണെങ്കിൽ എപ്പോഴും ടെട്രാഹെഡ്രൽ ആയിരിക്കും. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. എവിടേക്ക് സിലിക്കണും ഓക്സിജനും കാണുന്നു അതൊക്കെ ടെട്രാഹെഡ്രൽ ആയിരിക്കും. അത് മാത്രമല്ല അത് ഡബിൾ ചെയിൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി കോംപ്ലെക്സ് ആണ്. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ്, ഇറ്റ് ഹാസ് എ കോംപ്ലെക്സ് അറ്റോമിക് സ്ട്രക്ചർ. ഇനി ഇതിന്റെ ക്രിസ്റ്റലൈസേഷൻ ആണെങ്കിൽ എന്താ? ഓർത്തോറോംബിക്കും മോണോക്ലിനിക്കും. പൈറോക്സിനെ പോലെ തന്നെയാണ് ഓർത്തോറോംബിക്കും മോണോക്ലിനിക്കും ആണ് ഉള്ളത്. ഇനി മോഡ് ഓഫ് ക്രിസ്റ്റലൈസേഷന് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ഓർത്തോറോംബിക് ആംഫിബോൾസും മോണോക്ലിനിക് ആംഫിബോൾസും. ഇതിൽ നമുക്ക് ഹോൺബ്ലെൻഡ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ടില്ല. ഓർത്തോറോംബിക്കിന്റെ ജസ്റ്റ് പേര് ആൻതോഫിലൈറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. മോണോക്ലിനിക്കിൽ നമുക്ക് ഹോൺബ്ലെൻഡ് മാത്രമേ സിലബസിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഹാർഡ്നെസ് 5 to 6 പറഞ്ഞു, സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞു, ഡാർക്ക് ഇൻ കളർ ആണ്. എന്തുകൊണ്ടാണ്? അയണിന്റെയും മാഗ്നീഷ്യത്തിന്റെയും പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ക്രിസ്റ്റൽസ് ആർ ഇലോങ്കേറ്റഡ്, സ്ലെൻഡർ ആൻഡ് ഫൈബറസ്. ഓക്കെ, എക്സാമ്പിൾ ഹോൺബ്ലെൻഡ് ആണ്. ഇതാണ് ഹോൺബ്ലെൻഡിന്റെ പടം. കണ്ടോ, നല്ല ഡാർക്ക് കളർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് ഹോൺബ്ലെൻഡിനെയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ കെമിക്കൽ കമ്പോസിഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ഞാൻ നേരത്തെ ജനറൽ ഫോർമുല പറഞ്ഞത് ഓർമ്മയുണ്ടോ? Si4O11 twice OH twice, RSiO4O11 twice OH twice. ഈ ജനറൽ ഫോർമുല ഇവിടെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് എഴുതിയാൽ മതി. ഹൈലി വേരിയബിൾ ആൻഡ് കോംപ്ലെക്സ് സിലിക്കേറ്റ് ആണ് ഈ ഹോൺബ്ലെൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്രിസ്റ്റൽ സിസ്റ്റം എന്താണ്? മോണോക്ലിനിക് ആണ്.
ഫോം എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് ആണ്. നിങ്ങൾ ഫോം പഠിച്ചില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഒന്നും പഠിക്കാണ്ടിരിക്കാന്നല്ല, ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് തീരെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കുക. കളറ് ഡാർക്ക് ഗ്രീനിഷ് ആണ്. ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വിട്രിയസ് ടു സബ് വിട്രിയസ് ആണ്. ഫ്രാക്ചർ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം, അൺഈവൻ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, സ്ട്രക്ചർ ഡബിൾ ചെയിനാന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിൽ ഡബിൾ ചെയിനാന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ക്ലീവേജ് 2 സെറ്റ്, ലൈക്ക് ഡബിൾ ആണ്, പ്രിസ്മാറ്റിക് ആണ്, പെർഫെക്റ്റ് ക്ലീവേജ് കിട്ടും. ഹാർഡ്നെസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സ്പെസിഫിക് ഗ്രാവിറ്റി ഇത് 3 to 3.4 ഇടയ്ക്കാണ്. ഒപ്റ്റിക്കൽ സൈൻ നിങ്ങൾ നല്ലോണം ഓർത്ത് വയ്ക്കുക. എല്ലാത്തിൻ്റെയും ഒപ്റ്റിക്കലി നെഗറ്റീവ് ആണ്. ട്രാൻസ്പെറൻസി എന്താണ്, ഇത് കണ്ടാൽ തന്നെ അറിയാം, നിയർലി ഒപ്പേക്ക് ആണ്. ഇനി ഇതിന്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ, ആംഫി ബോളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ ഹോൺ ബ്ലെൻഡ്. അതുകൊണ്ടാണ് നമ്മൾ ഹോൺ ബ്ലെൻഡിനെ പറ്റി മാത്രം പഠിക്കുന്നത് സിലബസിൽ. അതുകൊണ്ടാണ് അത് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ കോമൺ റോക്ക് ഫോമിംഗ് മിനറൽ ഇൻ ഇഗ്നീഷ്യസ് ആസ് വെൽ ആസ് മെറ്റാമോർഫിക് റോക്സിൽ. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, പൈറോക്സിനും ആംഫിബോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പാരലൽ ഗ്രൂപ്പാണ്. സോ അവരുടെ ജസ്റ്റ് ഒരു കമ്പാരിസൺ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർക്കാൻ എളുപ്പമായിരിക്കും. സി, ക്രിസ്റ്റലൈസേഷൻ രണ്ടും ഓർത്തോറോംബിക്കും മോണോക്ലിനിക്കും ആണ്. പൈറോക്സിൻ ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് ആണ്. ചെറുതും നല്ല തിക്കും ആണെങ്കിൽ ഇവിടെ നല്ല നീളം കൂടിയതും മെലിഞ്ഞതുമാണ് ആംഫിബോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലീവേജ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് പ്രിസ്മാറ്റിക് ആണ്. ആംഫിബോളും പെർഫെക്റ്റ് ആൻഡ് പ്രിസ്മാറ്റിക് ആണ്. ക്ലീവേജ് ആംഗിളിന്റെ മാത്രം ഒരു വ്യത്യാസം വരുന്നുള്ളൂ, 87 ഡിഗ്രിയും 124 ഡിഗ്രി. ഈ ക്ലീവേജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ കട്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടല്ലോ, ലൈൻ ആ കട്ട് ചെയ്ത് വന്ന പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഈ പറയുന്നത്. ഹാർഡ്നെസ് ഓൾമോസ്റ്റ് സെയിം ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞ സമയത്ത് ഇത് 2.8 to 3.8 ആണെങ്കിൽ 3.8 to 3. പൈറോക്സിൻ ആണ് ഹാർഡ്നെസ് കുറച്ചും കൂടി കൂടുതലുള്ളത്. കളറ് രണ്ടും സെയിം തന്നെയാണ്. അയണും മാഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ഡാർക്ക് കളേർഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അറ്റോമിക് സ്ട്രക്ചർ എന്താണ്? പൈറോക്സിൻ സിംഗിൾ ആണെങ്കിൽ ആംഫിബോൾ ഡബിൾ ചെയിൻ ആണ്. ഓക്കെ, പൈറോക്സിൻ സിംഗിൾ ചെയിൻ ആണ്, ആംഫിബോൾ ഡബിൾ ചെയിൻ ആണ്. SiO 1:3 ആണെങ്കിൽ ഇവിടെ 4:11 ആണ്. കെമിക്കലിൽ ജസ്റ്റ് അവരുടെ ജനറൽ എഴുതുക. ഇവിടെ RSiO4 കോംപ്ലെക്സ് അല്ല, പക്ഷെ ഇത് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. ഓക്കെ, ഇവിടെ മെറ്റാ സിലിക്കേറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെ സിലിക്കേറ്റ്സിന്റെ കൂടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടി ആഡ് ഓൺ ചെയ്യുവാണ്. ഓക്കെ, ക്രോസ് സെക്ഷൻ അപ്പിയർ ഒക്ടോഗണൽ with almost right angle cleavage. കണ്ടോ, 87 ഡിഗ്രി 90 ഡിഗ്രീന്റെ അടുത്തായിട്ടല്ലേ വരുന്നത്. സോ ഇത് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ ക്ലീവേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ കാര്യം പറഞ്ഞു പോയതാണ്. സോ ഈ കമ്പാരിസൺ നിങ്ങൾ ഓർത്തു വെച്ചാല് ചിലപ്പോൾ ഇത് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. പൈറോക്സിൻ ആംഫിബോൾ ഗ്രൂപ്പിന്റെ കമ്പാരിസൺ എഴുതാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മൈക്ക ഗ്രൂപ്പാണ്. സോ മൈക്കയിൽ നമ്മൾ ഹാർഡ്നെസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു വളരെ കുറവാണ് മൈക്കയുടെ ഹാർഡ്നെസ് വരുന്നത് അല്ലേ. അറൗണ്ട് 1, 2, 3 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഹാർഡ്നെസ് വരുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മൈക്കയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് എമിനന്റ് ക്ലീവേജ് ആണുള്ളത്. എമിനന്റ് എന്ന് പറഞ്ഞാൽ ദി മോസ്റ്റ് പെർഫെക്റ്റ് ക്ലീവേജ് ആണുള്ളത്. കാരണം എന്താ, എപ്പോഴും സോഫ്റ്റ് മെറ്റീരിയൽസിനായിരിക്കത്തില്ലേ ക്ലീവേജ് കറക്റ്റ് ആയിട്ട് വരാ. അതുകൊണ്ട് തന്നെ ക്ലീവേജ് എമിനന്റ് ആണ് ഡ്യൂ ടു വീക്ക് ബോൺസ്. ഓക്കെ, സി മൈക്കേഷ്യസ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു വെരി തിൻ ഷീറ്റ്സ് അലോങ് വൺ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ദേ ആർ മെയിൻലി സിലിക്കേറ്റ്സ് ഓഫ് അലുമിനിയം ആൻഡ് പൊട്ടാഷ്യം ആണ്, കണ്ടെയ്നിങ് 1 or more ഓഫ് ഒന്നെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ മാഗ്നീഷ്യം, അല്ലെങ്കിൽ അയൺ, സോഡിയം, ലിഥിയം ഫ്ലൂറൈഡ് ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. ഇതാണ് അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഓർത്ത് വെക്കുക, ദേ ആർ മെയിൻലി സിലിക്കേറ്റ്സ് ഓഫ് അലുമിനിയം ആൻഡ് പൊട്ടാഷ്യം. ഇത് ഓർത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് എങ്കിലും ഓർത്ത് വെക്കുക.
ഇനി അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ജനറൽ തന്നെ പറഞ്ഞു, മൈക്കേഷ്യസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. SiO4 ഉള്ളതുകൊണ്ട് എന്തായാലും ടെട്രാഹൈഡ്രൽ തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ഏറ്റവും മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് SiO-ന്റെ റേഷ്യോ ആണ്. അത് 2:5 ആണ്. നിങ്ങൾ ഒന്നും ഓർത്തില്ലെങ്കിലും ഈ രണ്ട് വാക്കുകൾ ഓർത്ത് വെക്കുക. ഷീറ്റ് സ്ട്രക്ചർ ആണ്, SiO-ന്റെ റേഷ്യോ 2:5 ആണ്. ഓക്കെ, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോക്ലിനിക് മാത്രമേ ഉള്ളൂ. മോണോക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഈക്വൽ ലെങ്ത്, രണ്ട് ആക്സിസ് മാത്രമേ പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളൂ. ഇനി ബേസ്ഡ് ഓൺ കെമിക്കൽ കമ്പോസിഷൻ നമുക്ക് ലൈറ്റ് മൈക്കാസും ഡാർക്ക് മൈക്കാസും പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് തന്നെ ഓർക്കുക, ഡാർക്ക് മൈക്കായിൽ എന്തായിരിക്കും? അയണും മാഗ്നീഷ്യവും ആയിരിക്കും ഉണ്ടാവുക. ലൈറ്റ് മൈക്കായിൽ അയണും മാഗ്നീഷ്യത്തിന്റെ പ്രസൻസ് കാണില്ല. കളറിന്റെ ബേസിസിലാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? എമിനന്റ് ക്ലീവേജ് ആണ്, വളരെ കുറവാണ്. ഹാർഡ്നെസ്, വിട്രിയസ് ലസ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ, പ്ലേറ്റി ഹാബിറ്റ് ഓഫ് ക്രിസ്റ്റൽസ്. ഇനി മൈക്കയിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മസ്കവൈറ്റും ബയോടൈറ്റുമാണ്. മസ്കവൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് മൈക്കയാണ്, ബയോടൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മൈക്കയാണ്. സോ ഫസ്റ്റ് വൺ മസ്കവൈറ്റ് ആണ്. ഇറ്റ്സ് എ കോംപ്ലക്സ് സിലിക്കേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു മൈക്കയിൽ മോണോക്ലിനിക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോം എന്ന് പറയുന്നത് ലാമെല്ലാർ ആണ്. കളർ എന്ന് പറയുന്നത് അറൌണ്ട് സിൽവറി വൈറ്റ് ആണ്, കാരണം അയണും മാഗ്നീഷ്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും. ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു പേർലി ആയിട്ടാണ് വരുന്നത്. ഫ്രാക്ചർ ഉണ്ടാവുന്നത്, ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീവേജ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബ്രോക്കൺ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നത് അല്ലേ. അത് അൺഈവൻ ആയിട്ടാണ് യൂഷ്വലി കാണപ്പെടുന്നത്. ഓക്കെ, ക്ലീവേജ് എന്ന് പറയുന്നത് എന്താണ്? എക്സലന്റ് ക്ലീവേജ് ആണ്, ഒറ്റ സെറ്റാണ് യൂഷ്വലി ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഹാർഡ്നെസ് വളരെ കുറവാണ്. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ റേഞ്ച് ഓർത്ത് വെക്കുക. ഒപ്റ്റിക്കലി നെഗറ്റീവ് ആണ്. ട്രാൻസ്പെറൻസി എന്താണ്? തിൻ ലെയേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട് വരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൈക്കയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കോമൺ ടൈപ്പാണ് നമ്മുടെ മസ്കവൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡിക് ഇഗ്നീഷ്യസ് റോക്കിൽ ഈ മസ്കവൈറ്റ് മിനറൽ അബൻഡന്റ് ആയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോടൈറ്റ്. നിങ്ങൾ ആ പടം തന്നെ നോക്കിയാൽ അറിയാം, ഇതിന്റെ കളർ ലൈറ്റ് മൈക്ക ലൈറ്റ് കളറാണ്. ഓക്കെ, ബയോടൈറ്റ് ഡാർക്ക് കളറാണ്. കോംപ്ലക്സ് സിലിക്കേറ്റ് ആണ്, മോണോക്ലിനിക് ആണ്, ഫോം സെയിം ലാമിനാർ ആണ്. ആകെ കളർ പറയുമ്പോൾ എന്താണ്? ഡാർക്ക് ഗ്രീനിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയൺ ആൻഡ് മാഗ്നീഷ്യം. ദെൻ ഫ്രാക്ചർ നേരത്തെ പോലെ അൺഈവൻ തന്നെയാണ്. ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേർലി ലസ്റ്റർ ആണ് ഉണ്ടാവുക. ഓക്കെ, ദേ ഹാവ് എ പെർഫെക്റ്റ് ക്ലീവേജ്. ഹാർഡ്നെസ്സും രണ്ടിനെയും കോമൺ ആയിട്ട് തന്നെ വരും. ഒപ്റ്റിക്കലി നെഗറ്റീവ്, മറ്റതും ഒപ്റ്റിക്കലി നെഗറ്റീവ് തന്നെയായിരുന്നു. തിൻ ലെയേഴ്സ് എടുക്കുവാണെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കത്തില്ല, പകരം ട്രാൻസ്ലൂസന്റ് ആയിരിക്കും, കാരണം കളറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. ഇതും കോമൺ ടൈപ്പ് ആണ്, മൈക്കയിലെ കോമൺ ടൈപ്പ് ആണ്. പിന്നെ മസ്കവൈറ്റിന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു അഡീഷണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, നമുക്ക് മസ്കവൈറ്റിനെ ഇറ്റ് ഈസ് ആക്ച്വലി എ ഫയർ പ്രൂഫ് മെറ്റീരിയൽ ആണ് കേട്ടോ. പെന്നില്ലാത്തൊരു വില കഷ്ടമായി പോയല്ലോ. മസ്കവൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫയർ പ്രൂഫ് മെറ്റീരിയൽ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് നമുക്ക് മസ്കവൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്വാർട്സ്. ക്വാർട്സിന്റെ കെമിക്കൽ കമ്പോസിഷൻസ് വളരെ സിമ്പിൾ ആണ്, SiO2 ആണ്. ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സഗണൽ ആണ്. നമുക്ക് ഹെക്സഗണൽ എന്താണെന്ന് നോക്കാം. ഇതാണ് ഹെക്സഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, 4 ആക്സിസ് ആണ് ഇതിനുള്ളത്, XYZ W. അതിൽ 3 എണ്ണത്തിന് ഈക്വൽ ലെങ്ത് ആണ്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഈക്വൽ ആംഗിൾസ് ആൻഡ് ഓൾസോ ദേ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, 4 ആക്സിസിൽ 3 ആക്സിസ് ഈക്വൽ ലെങ്ത് ആണ്, 3 പേരും ഈക്വൽ ആംഗിളിലാണ് സെപ്പറേറ്റഡ്. അത് മാത്രമല്ല, ആ 3 ആക്സിസും ഒരു പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്.
and the fourth axis is perpendicular to the plane of the other three axes. For example, ഇപ്പൊ നമ്മള് WXZ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നതെങ്കിൽ y എന്ന് പറയുന്നത് ഇത് മൂന്നിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, hexagonal cells have a lattice point in each of the two six-sided faces. So ഇതാണ് hexagonal crystalline structure എന്ന് പറയുന്നത്. So സിലിക്കോന് SiO2ന് ഈ hexagonal structure ആണ്. സോ ഇത് ഓർത്ത് വെക്കുക. ഓഫ് ദ 4 ആക്സിസ് മൂന്നെണ്ണത്തിന് ഈക്വൽ ലെങ്ത് ആണ്, ഈക്വൽ ആംഗിൾ ആണ്, ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. നാലാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നൗ ഫോം എന്ന് പറയുന്നത് മാസീവ് ആണ്. സംടൈംസ് ചിലപ്പോൾ ക്രിസ്റ്റലും ആയിരിക്കും. കളർ നമുക്ക് കളർലെസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ക്ലീവേജ് യൂഷ്വലി സിലിക്കയ്ക്ക് ഉണ്ടാവാറില്ല. കാരണം സിലിക്കയുടെ ഹാർഡ്നെസ് തന്നെ നോക്കൂ 7 ആണ്. ഹാർഡ്നെസ് കൂടും തോറും നമുക്ക് ക്ലീവേജ് കിട്ടാനുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്ലീവേജ് കിട്ടാനുള്ള സാധ്യത ഒത്തിരി കുറയത്തില്ലേ, അതുകൊണ്ട് തന്നെയാണ്. സോ ഫ്രാക്ചർ നോക്കിയാലും അറിയാം അൺഈവൻ ആണ്. ലസ്റ്റർ എന്ന് പറയുന്നത് വിട്രിയസ് ഗ്ലാസ് പോലെയാണ് ഉണ്ടാവുക. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്ലൂസന്റ് വരെ പോകും, കാരണം ഗ്ലാസി ആയതുകൊണ്ട്. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ടുവേർഡ്സ് വെതറിംഗ് ആണ്. ഓക്കെ, ഇനി ക്വാർട്സിന്റെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പോളിമോർഫസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ സിലബസിൽ ഇത് പറഞ്ഞിട്ടില്ല. സോ ഞാനത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് കാർബണേറ്റ് മിനറൽ. കാർബണേറ്റ് മിനറലില് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കാൽസൈറ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഫോമിംഗ് മിനറൽസ് ആണ്. ഇത് മെയിൻ ആയിട്ട് സെഡിമെന്ററി ആൻഡ് മെറ്റാമോർഫിക് റോക്സിൽ കാണപ്പെടുന്നു. എക്സാമ്പിൾ കാൽസൈറ്റ്, ഡോളമൈറ്റ്, മാക്സൈറ്റ്. അതിൽ കാൽസൈറ്റ് നോക്കാം. കാൽസൈറ്റ് എന്ന് പറഞ്ഞാൽ CaCO3 ആണ്. ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സഗണൽ ആണ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഫോം റോംബിക് ഫോം ആണ്. കളർ വൈറ്റ് അല്ലെങ്കിൽ പെയിൽ കളർ, ലൈക് പടത്തുനിന്ന് തന്നെ അത് വിസിബിൾ ആണ്. ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വിട്രിയസ് ഗ്ലാസ് പോലെ അല്ലേ ഇരിക്കുന്നത്. ഫ്രാക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്ലീവേജ് അല്ലാണ്ട് വേറെ ഒരു ബ്രോക്കൺ സർഫസ്, ഇറ്റ് ഈസ് ആക്ച്വലി റെയർലി ഫൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് ഇതിന് 3 സെറ്റ് ക്ലീവേജ് ആണ് ഉള്ളത്. വെൽ ഡെവലപ്ഡ് ക്ലീവേജ് ആണ്. ഇവിടുത്തെ ക്ലീവേജ് ആംഗിൾ നോക്കൂ 105 ഡിഗ്രി ആണ്. ഓക്കെ, 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. ഒരു ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ് ഇവിടുത്തെ ക്ലീവേജ് ആംഗിൾ ആയിട്ട് വരുന്നത്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് 3 ഉള്ളൂ. ജസ്റ്റ് ഓർത്ത് വെക്കുക, ക്ലീവേജ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഹാർഡ്നെസ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഹാർഡ്നെസ് നമ്പർ ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് 3 to 4 റേഞ്ച് അങ്ങനെ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഹാർഡ്നെസ് കുറവായതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയും മീഡിയം ആയിരിക്കും. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരന്റ് ട്രാൻസ്ലൂസന്റ് വരെ പോകും. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണ്, ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് വിഗറസ്ലി. കാൽഷ്യം കാർബണേറ്റ് ആയതുകൊണ്ട് ആസിഡ് ഇട്ട് കൊടുത്താൽ ഭയങ്കര പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺ റോക്ക് ഫോമിംഗ് ഇൻ കാർബണേറ്റ് മിനറൽ ആണ്. വെരി കോമൺ റോക്ക് ഫോമിംഗ് കാർബണേറ്റ് മിനറൽ ആണ് ഈ കാൽസൈറ്റ് എന്ന് പറയുന്നത്. സോ കാൽസൈറ്റ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന എവിടെയായിരിക്കും? ലൈം സ്റ്റോൺസിലായിരിക്കും കാൽസൈറ്റ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ജിപ്സം. സോ ജിപ്സം ഇസ് ഫോംഡ് ഫ്രം ദി ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ വിച്ച് ഇസ് റിച്ച് ഇൻ സൾഫേറ്റ് സോൾട്ട്സ് ആണ്. സോ ജിപ്സം നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സിമെന്റിന്റെ മാനുഫാക്ചറിൽ നമ്മൾ സെറ്റിംഗ് ടൈം ഒന്ന് ഡിലേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ ജിപ്സം. സോ കാൽഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, സോ CaSO4.2H2നെയാണ് നമ്മൾ ജിപ്സം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഹൈഡ്രേറ്റഡ് ഫോം ആണ്. നമ്മൾ ഹൈഡ്രേറ്റഡ് ഹൈഡ്രോളിസിസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലോ സെക്കൻഡ് മൊഡ്യൂളിലോ നമ്മൾ കെമിക്കൽ വെതറിംഗിൽ പഠിച്ചതാണ്. ജസ്റ്റ് അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു പോവാണ് നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി. സോ സൾഫേറ്റ് റിച്ച് ആയിട്ടുള്ള സീ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ജിപ്സം കിട്ടുന്നത്. ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് മോണോക്ലിനിക് ആണ്. ഓക്കെ, ഫോം എന്ന് പറയുന്നത് ഫോളിയേറ്റഡ് ഫോം ആണ്. ഫോളിയേറ്റഡ് ഫോം ഓർമ്മ ഉണ്ടോ എനിക്ക് അറിയില്ല. വളരെ തിൻ ഷീറ്റ്സ് ആയിരിക്കും, നമുക്കത് പീൽ ചെയ്തെടുക്കാൻ പറ്റും ഓരോ ഷീറ്റ്സും. ഓക്കെ,
കാരണം ജസ്റ്റ് ഓർത്ത് വെക്കുക, ജിപ്സമിന്റെ ഹാർഡ്നെസ് 2 ആ വന്നത്. ഓക്കെ, അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി നല്ല പെർഫെക്റ്റ് ക്ലീവേജ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഫ്രാക്ചർ അൺഈവൻ ആണ്. ജിപ്സത്തിന്റെ ലസ്റ്റർ എന്ന് പറഞ്ഞാൽ സിൽക്കി ആണ്. ഞാൻ ലസ്റ്ററിന്റെ പടം കാണിച്ചപ്പോൾ സിൽക്കിന്റെ എക്സാമ്പിൾ ജിപ്സം ആയിരുന്നു കാണിച്ചിരുന്നത്. ഓക്കെ, ഹാർഡ്നെസ് വളരെ കുറവാണ്. നമുക്ക് നമ്മുടെ നഖം വെച്ച് തന്നെ ഒരച്ചാല് അതിൽ വര വീഴും, അത്രയും സോഫ്റ്റ് ആണ് അത്. ഓക്കെ, വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കുറവാണ്, 2.3 ഒക്കെ ഉള്ളൂ. ട്രാൻസ്പെറൻസി എന്താണ്, നമുക്ക് തിൻ ഷീറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലേ, അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ടു ട്രാൻസ്ലൂസന്റ് വരെയാണ്. ടെനസിറ്റി നമ്മൾ പഠിച്ചായിരുന്നു, എന്താണ്, റെസിസ്റ്റന്റ് ടുവേർഡ്സ് ബ്രേക്കിങ്ങോ കട്ടിങ്ങോ ബെൻഡിങ്ങോ ഒക്കെ വരും. അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരെണ്ണം പഠിച്ചു, സെക്ടൈൽ എന്ന് പറയുന്നത്. സെക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കത്തി വെച്ച് മുറിക്കാൻ പറ്റും. സോ ജിപ്സത്തിന് നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പറ്റും. മെയിൻ യൂസസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിമെന്റ്, ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യും. POP പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജിപ്സം ആണ്. ഓക്കെ, പിന്നെ ഫയർ പ്രൂഫിംഗ് കമ്പോണന്റ് ഓഫ് ജിപ്സം ബോർഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ജിപ്സം ആണ്. ഇനി നമ്മുടെ ഫൈനൽ മിനറലിനെ പറ്റി പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് കെയോൾനൈറ്റ് എന്ന് പറയും. ഓക്കെ, സോ കെയോൾനൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലേ ആണ്. ഈ കെയോൾനൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്ലേയിൽ കണ്ടുവരുന്നതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ സെക്കൻഡറി മിനറൽ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് വെതറിംഗ് ഓഫ് ഫെൽസ്പാർ. ഇത് പല കോമ്പറ്റിറ്റീവ് എക്സാംസിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് റോക്കിന്റെ വെതറിംഗ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ കെയോൾനൈറ്റ് മിനറൽ കിട്ടുന്നത് എന്ന്. ഫെൽസ്പാറിന്റെ വെതറിംഗ് കഴിയുമ്പോഴാണ് നമുക്ക് കെയോൾനൈറ്റ് എന്ന് പറയുന്ന ഈ മിനറൽ കിട്ടുന്നത്. കെയോൾനൈറ്റിന്റെ വേറൊരു പേരാണ് ചൈന ക്ലേ എന്ന് പറയും. ചൈന ക്ലേ വെച്ചിട്ട് നമ്മൾ കുറെ പാത്രങ്ങൾ ഉണ്ടാക്കില്ലേ, ആ ഒരു സാധനമാണ് ഈ കെയോൾനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇറ്റ് ഇസ് എ സെക്കൻഡറി മിനറൽ ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് വെതറിംഗ് ഓഫ് ഫെൽസ്പാർ. ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്. കെമിക്കൽ കമ്പോസിഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, കെയോൾനൈറ്റ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കൂടുതലായിട്ട് ഉള്ളത്, നല്ല സ്ട്രോങ് ബോണ്ടിങ് ആണ് ഉള്ളത്. ക്രിസ്റ്റൽ സിസ്റ്റം മോണോക്ലിനിക് ആണ്. കളർ എന്ന് പറയുന്നത് ഒരു റെഡ് ബ്രൗൺ, നമ്മുടെ മുൽത്താണി മിട്ടി എന്ന് കേട്ടിട്ടുണ്ട്, ഒരു ടൈപ്പ് ക്ലേ. ആ ഒരു ക്ലേന്റെ റിസംബ്ലൻസ് ആണ് ഈ കെയോൾനൈറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ക്ലേ ആയതുകൊണ്ട് തന്നെ ലസ്റ്റർ എന്താണ്, ഡൾ ആണ്. ചില കേസസിൽ ചിലപ്പോൾ പേർലി ഒരു ലസ്റ്റർ നമുക്ക് കിട്ടാറുണ്ട്. ക്ലീവേജ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്ലീവേജ് ആണ്, കാരണം ക്ലേ അല്ലേ, ഒത്തിരി കുറച്ച് സോഫ്റ്റ് ആണെന്നല്ലേ. ഹാർഡ്നെസ് 2 to 2.5 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.6. ദിസ് മിനറൽ ഈസ് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. മാനുഫാക്ചറിങ് ഓഫ് പോർസലൈൻ, ലൈക്ക് ചൈന ക്ലേ എന്ന് പറയുന്നത് ആക്ച്വലി കെയോൾനൈറ്റ് ആണ്. നമ്മൾ ചൈന ക്ലേ യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ടൈപ്പ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ക്ലേയിൽ ഉള്ള ഒരു മിനറൽ ആണ് ഈ കെയോൾനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലേ എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ലസ്റ്റർ ഡൾ ആണെന്ന് ഓർമ്മ വരും. സോ നമ്മുടെ മൊഡ്യൂൾ 3ന്റെ മുക്കാലും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എർത്ത് ക്വേക്സ് ആണ്. സോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം.